ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങൾ കുറച്ച് നാളായി നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഹെയർ ഫോൾ, മുടി പൊഴിച്ചിൽ, ജോയിന്റ് പെയിൻ, സന്ധികൾക്കുള്ള വേദന അല്ലെങ്കിൽ മസിൽ പെയിൻ, പേശികൾക്കുള്ള വേദന, ക്ഷീണം, തളർച്ച, ലോവർ ബാക്ക് പെയിൻ, നടുവിന് താഴ്ഭാഗത്തായിട്ട് വേദന. ഇതിനേക്കാൾ എല്ലാം വളരെ പ്രധാനമായിട്ട് ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി, ഭാവിയെക്കുറിച്ച് ആലോചിച്ചുള്ള ഉത്കണ്ഠ, ഭാവി എന്താകും അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ മനസ്സിന് അത് താങ്ങാൻ പറ്റാതെ വരികയും മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുകയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, പിരിമുറുക്കം ഉണ്ടാകുന്ന അവസ്ഥ, എവിടെയെങ്കിലും ചെറുതായി തട്ടുന്നത് മൂലം എല്ലിന് പൊട്ടലുണ്ടാകുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കുറെ നാളുകളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും, നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യമോ അതോ ഒന്നിലധികം കാര്യങ്ങളോ നിങ്ങൾ കുറെ നാളുകളായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, മറ്റു പല മാർഗങ്ങളും നോക്കിയിട്ടും ഈ പ്രശ്നങ്ങൾ വീണ്ടും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേദനകളോ അല്ലെങ്കിൽ മുടിപൊഴിച്ചിലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ വീണ്ടും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ ലെവൽ ചെക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് എന്ന് സംശയിക്കാം. വൈറ്റമിൻ ഡി സംബന്ധിച്ച് ഒരുപാട് വീഡിയോകൾ ഇന്ന് യൂട്യൂബിൽ സുലഭമാണ്. വൈറ്റമിൻ ഡി എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വീഡിയോകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും അങ്ങനെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആകും. ഇക്കൂട്ടത്തിൽ മിക്കതും ഡോക്ടർമാർ തന്നെ പറയുന്ന വീഡിയോസ് ആണ്. പലരും പല രീതിയിലായിരിക്കാം കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. എല്ലാവർക്കും ഉള്ള അറിവ് ഒരുപോലെ ആയിരിക്കില്ല, എല്ലാവരും പറയുന്ന കാര്യങ്ങളും ഒരേപോലെ ആയിരിക്കില്ല. ആമുഖമായി തന്നെ പറയട്ടെ, ഞാനൊരു ഡോക്ടർ അല്ല. അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയെ പറ്റി പറയാനോ അതിന്റെ പരിഹാരം നിർദ്ദേശിക്കാനോ ഇതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാനോ ലൈസൻസ് ഉള്ള ഒരാൾ അല്ല ഞാൻ. പക്ഷേ ഞാൻ എന്റെ വീഡിയോകളിലൂടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരമാവധി കുറയ്ക്കാൻ എനിക്കറിയാവുന്ന അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു തരിക എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ സംബന്ധിച്ച വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് വൈറ്റമിൻ ഡിക്ക് നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ മാനസിക ശാരീരിക അവസ്ഥയിൽ വളരെ വലിയൊരു പങ്ക് തന്നെ ഉണ്ട് എന്ന് മനസ്സിലായത്. അതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ ലെവൽ, ശരീരത്തിലെ ലെവല് മാനസിക ശാരീരിക ആരോഗ്യത്തെ വളരെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകണമെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ലെവൽ വളരെയധികം കുറവായിട്ടുള്ള ഒരാൾക്ക് ഞാൻ പറയുന്ന പല കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. കാരണം അവർ എത്ര ചിന്തിച്ചാലും മറ്റുള്ള കാര്യങ്ങൾ എത്ര ശ്രമിച്ചാലും വൈറ്റമിൻ ഡിയുടെ ലെവൽ അതുപോലെ ശരീരത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ആപ്ലിക്കബിൾ അല്ലാതെ വരും. അതുകൊണ്ട് മാത്രമാണ് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ ലൈസൻസ് ഇല്ല എങ്കിൽ പോലും ഞാൻ അതിന് ധൈര്യപ്പെടുന്നത്. ഒരുപാട് യൂട്യൂബ് ഡോക്ടർമാരുള്ള കാലഘട്ടമാണിത്. ദയവ് ചെയ്ത് എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുത്. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, മറ്റൊരാൾക്കും ദോഷകരം അല്ലാത്ത കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് ഗുണകരമാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഏതെങ്കിലും വർഷങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത തവണ ഡോക്ടറെ കാണുമ്പോൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി അന്വേഷിക്കുക. വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക. വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ വൈറ്റമിൻ ഡി ലെവൽ 30നും 100നും ഇടയ്ക്ക് ആയിരിക്കണം എന്നാണ് നോർമൽ ലെവലായിട്ട് പറയപ്പെടുന്നത്. ചിലരുടെ വൈറ്റമിൻ ഡി ലെവൽ 20നും 30നും ഇടയ്ക്കായിരിക്കാം. അവർക്ക് വേണ്ട ടാബ്ലറ്റിന്റെയും, അല്ലെങ്കിൽ 20ന് താഴെ 10നും 20നും ഇടയ്ക്കുള്ള ആളുകൾ, അല്ലെങ്കിൽ 10നും താഴെയുള്ള ആളുകൾ, ഇങ്ങനെ ഡിഫറെന്റ് കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സപ്ലിമെന്റ്സിന്റെയും അളവ് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ സപ്ലിമെന്റുകൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് വാങ്ങി കഴിക്കാവൂ. സ്വയം ചികിത്സ ഒരിക്കലും പാടില്ല. ഇനി വൈറ്റമിൻ ഡിയെ പറ്റി ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ, വൈറ്റമിൻ ഡി അറിയപ്പെടുന്നത് സൺഷൈൻ വിറ്റാമിൻ എന്നാണ്. അതായത് സൂര്യപ്രകാശം തന്നെയാണ് വൈറ്റമിൻ ഡിയുടെ ഏറ്റവും പ്രധാന സോഴ്സായി അറിയപ്പെടുന്നത്. ആവശ്യത്തിന് സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്നത് വഴി ഒരു അളവിൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവിടെയും അതിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് സ്കിൻ കളർ. ഡാർക്ക് സ്കിൻ ഉള്ളവർ, അതായത് കൂടുതൽ കറുപ്പ് നിറമുള്ള സ്കിൻ ഉള്ളവർ മറ്റുള്ളവരെ അപേക്ഷിച്ച് വെയിൽ കൊള്ളുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ഡിയുടെ അളവ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ നേരം വെയിൽ കൊള്ളേണ്ടി വരും ആ ഒരു ആവശ്യമായ ലെവലിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ. അടുത്തൊരു കാര്യം, ഏത് സമയത്തെ വെയിലാണ് കൊള്ളേണ്ടത്? പണ്ട് മുതൽ പറഞ്ഞു കേൾക്കുന്നത് ഇളം വെയിൽ കൊള്ളണം, അതായത് 8 മണിക്ക് മുൻപ്, 9 മണിക്ക് മുൻപ്, അല്ലെങ്കിൽ മാക്സിമം 10 മണിക്ക് മുൻപെങ്കിലും ഉള്ള വെയിൽ കൊള്ളണമെന്നാണ് പണ്ട് മുതൽ പറഞ്ഞു കേൾക്കുന്നത്. ഡോക്ടർമാരും നിർദ്ദേശിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് പല സോഴ്സുകളിൽ നിന്നും അറിയാൻ സാധിച്ചത് 10 മണിക്കും 3 മണിക്കും ഇടയിലുള്ള വെയിലാണ് നമ്മൾ കൊള്ളേണ്ടത് എന്നാണ്.
ഈ കാര്യത്തിൽ ആധികാരികമായി പറയാൻ എനിക്ക് സാധിക്കില്ലാത്തതിനാൽ നിങ്ങൾ കാണുന്ന ഡോക്ടറിന്റെ അടുത്തുനിന്ന് കൃത്യമായി സമയം ചോദിച്ച് മനസ്സിലാക്കുക. ആ ഒരു സമയത്തുള്ള വെയിൽ കൊള്ളാൻ ശ്രമിക്കുക. അത് തന്നെയാണ് ഉചിതമായ കാര്യം. വെയിൽ കൊള്ളേണ്ട സമയവും പറയുന്നത് 5 മിനിറ്റിനും 30 മിനിറ്റിനും ഇടയിലുള്ള ആ ഒരു സമയം മതിയാവും എന്ന് തന്നെയാണ്. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു 3, 4, 5 ദിവസം ഒക്കെയാണ് വെയിൽ കൊള്ളാനും നിർദ്ദേശിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തുള്ള വെയിലിന് നല്ല ചൂട് തന്നെയാണ്. അതുകൊണ്ട് പകൽ സമയത്ത് വെയിൽ കൊള്ളുന്നവർ തീർച്ചയായും ശ്രദ്ധിക്കുക. സൺബേൺ അല്ലെങ്കിൽ സൂര്യാഘാതം ഒക്കെ ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതൊക്കെ നോക്കി നിങ്ങളുടെ സ്ഥലത്തിനും സാഹചര്യത്തിനും എല്ലാം ഉചിതമായി മാത്രം തീരുമാനമെടുക്കുക. പലരും പല സമയമാണ് നിങ്ങളോട് നിർദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്യുക. 1-2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വെയിൽ കൊള്ളുക. രാവിലെ സമയത്തെ, അതായത് 10 മണിക്കോ 9 മണിക്കോ 8 മണിക്കോ മുൻപുള്ള വെയില് 1-2 മിനിറ്റ് ആയിട്ട് പലതവണ കൊള്ളുക. അതുപോലെ തന്നെ അതിനുശേഷമുള്ള വെയിലും 10നും 3 മണിക്കും ഇടയ്ക്കുള്ള വെയിലും 1-2 മിനിറ്റ് മാത്രം കണ്ടിന്യൂസ് ആയി കൊള്ളുക. അപ്പോൾ സൺബേൺ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ആവശ്യത്തിന് കിട്ടാനും സാധ്യതയുണ്ട്. പല സമയത്തായിട്ട് കുറേശ്ശെ നേരം, 1 മിനിറ്റ് 2 മിനിറ്റ് മാക്സിമം ആയിട്ട് പല തവണകളിലായിട്ട് വെയിൽ കൊള്ളാൻ ശ്രമിക്കുക. ആധികാരികമായിട്ട് പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ യുക്തി അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അറിവനുസരിച്ച് മാത്രം ചെയ്യുക. അടുത്ത ഒരു കാര്യമാണ് ലൊക്കേഷനും സീസണും. ഏത് സ്ഥലത്താണെന്നുള്ളത്. അതായത് ഇക്വേറ്ററിനടുത്തുള്ള ഏരിയയിൽ സൂര്യകിരണങ്ങൾ അൾട്രാവയലറ്റ് ബി റേസ്, UVB റേസ് കൂടുതൽ സ്ട്രോങ് ആയിരിക്കുമെന്നും ഇക്വേറ്ററിന് ഒരുപാട് അകലെയുള്ള സ്ഥലങ്ങളിൽ കമ്പാരിറ്റീവ്ലി വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള UVB റേസ് കിട്ടണമെന്നില്ല എന്നും പറയപ്പെടുന്നു. അങ്ങനെയുള്ള ഏരിയയിൽ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് കഴിച്ചെങ്കിൽ മാത്രമേ ആവശ്യത്തിന് വൈറ്റമിൻ ഡി അവരുടെ ശരീരത്തിൽ ആ ഏരിയയിലുള്ള ആളുകൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. അടുത്തൊരു ഫാക്ടറാണ് ഏജ്. അതായത് വയസ്സ് കൂടുന്നതനുസരിച്ച് വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ബോഡിയുടെ എബിലിറ്റി അല്ലെങ്കിൽ സ്കിന്നിന്റെ എബിലിറ്റി കുറയുമെന്ന് പറയപ്പെടുന്നു. അടുത്തത് സൺസ്ക്രീൻ ആൻഡ് ക്ലോത്തിങ്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് സൂര്യപ്രകാശം നമ്മുടെ ബോഡിയിലേക്ക് ഏൽക്കാതിരിക്കുകയും വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യും. അതുകൊണ്ട് വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് വേണ്ടി വെയിൽ കൊള്ളുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുക. അടുത്തതായി ഡ്രസ്സിന്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആംസ്, കയ്യ്, കാലിന്റെ മുട്ടു മുതൽ താഴെയുള്ള ഭാഗം, അതുപോലെ പുറം ഭാഗം, അതുപോലെ അബ്ഡോമൻ, ഈ ഭാഗങ്ങൾ എക്സ്പോസ്ഡ് ആകുന്നത് ആണ്. അല്ലെങ്കിൽ ആ ഭാഗത്ത് കൂടുതൽ വെയിൽ കിട്ടുന്നത് വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്ലീവ്ലെസ് ടോപ്പും ഷോർട്സ് മുട്ടുവരെയൊക്കെയുള്ള ഒരു ഡ്രസ്സും ധരിക്കുന്നത് ഉചിതമായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതും നിങ്ങളുടെ യുക്തി അനുസരിച്ചും അറിവനുസരിച്ചും ചെയ്യുക. അതുപോലെ തന്നെ മുഖത്ത് സൺബേൺ ഉണ്ടാകാനോ അല്ലെങ്കിൽ മുഖത്ത് പാടുകൾ ഉണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട് വെയിൽ ഒരുപാട് കൊണ്ടുകഴിഞ്ഞാൽ. അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഹാറ്റ്, തൊപ്പിയോ അല്ലെങ്കിൽ സൺഗ്ലാസോ ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പലയിടത്തും കണ്ടു. അതൊക്കെ നോക്കി ചെയ്യുക. എന്തായാലും ഒരുപാട് സമയം വെയിൽ കൊള്ളുന്നത്, സൺ എക്സ്പോസ്ഡ് ആകുന്നത് ഒരിക്കലും നല്ലതല്ല. അത് സൺബേൺ, സൂര്യാഘാതം അല്ലെങ്കിൽ സ്കിൻ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്ക് കാരണമാകുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം വെയിൽ കൊള്ളുക. ഒരുപാട് സമയം കണ്ടിന്യൂസ് ആയിട്ട് വെയിൽ കൊണ്ട് മറ്റു അസുഖങ്ങൾ വരുത്തി വെക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. ഇത്രയുമാണ് സൂര്യപ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട് വൈറ്റമിൻ ഡി ലഭിക്കുന്നതിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. വീഡിയോയുടെ ലെങ്ത് കൂടാൻ സാധ്യതയുള്ളത് കൊണ്ട് വൈറ്റമിൻ ഡി സംബന്ധിച്ച വീഡിയോ 2 പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. വൈറ്റമിൻ ഡി സംബന്ധിച്ച 2 വീഡിയോയും കാണാൻ ശ്രമിക്കുക. പരമാവധി കാര്യങ്ങൾ ഇതിൽ നിന്നും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുക. കൂടുതൽ സന്തോഷമായിരിക്കാനും സമാധാനമായിരിക്കാനും നിങ്ങളെ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ ഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രാധാന്യം നമ്മൾ നൽകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും മറ്റുള്ളവരോട് സംസാരിച്ചതിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കളോടും റിലേറ്റീവ്സിനോടും ഒക്കെ സംസാരിച്ച കാര്യങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ പ്രാധാന്യം കൃത്യമായി മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. എല്ലാവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാകട്ടെ. വൈറ്റമിൻ ഡിക്ക് ആവശ്യമായിട്ടുള്ള പരിഗണന നിങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശാരീരികവും മാനസികവുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ഇതിൽ നിന്നും ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായി എന്ന പൂർണ്ണ വിശ്വാസത്തോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.